മെക്സിക്കോയുടെ ചരിത്രത്തിൽ ആദ്യമായ ഒരു വനിതാ പ്രസിഡന്റ് രാജ്യത്തിന് സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകിയ സംഭവം ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ്. പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോം ആണ് 215 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി മെക്സിക്കൻ സ്വാതന്ത്ര്യ ദിനാഘോഷം നയിച്ചിരിക്കുന്നത്. വിദേശ അധിനിവേശം അനുവദിക്കില്ലെന്ന് ശക്തമായി സന്ദേശം നൽകിക്കൊണ്ടാണ് ക്ലോഡിയ തന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തത്. അമേരിക്കയുടെ ഭാഗത്ത് നിന്നും മെക്സിക്കോയ്ക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദത്തിന്റെ സാഹചര്യത്തിലാണ് ക്ലോഡിയയുടെ ശക്തമായ നിലപാട്. മെക്സിക്കോയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ടാണ് ക്ലോഡിയ ഷെയ്ൻബോം പ്രസിഡന്റ് പദവിയിലേക്ക് എത്തിയിരിക്കുന്നത്. മുൻ പ്രസിഡന്റ് ആന്ദ്രോസ് മാനുവൽ ലോപ്പസ് ഓബ്രയുടെ പിൻഗാമിയായിട്ടാണ് ക്ലോഡിയ തിരഞ്ഞെടുക്കപ്പെട്ടത്. മെക്സിക്കൻ രാഷ്ട്രീയത്തിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യമായ അവർ രാജ്യത്തിന്റെ പാരമ്പര്യങ്ങളിലും സംസ്കാരങ്ങളിലും ആഴമായ അറിവുണ്ട്. ഒരു ശാസ്ത്രജ്ഞ കൂടിയായ ക്ലോഡിയ ഷെയ്ൻബോം പരിസ്ഥിതി പ്രശ്നങ്ങളിലും കാലാവസ്ഥാ വ്യതിയാനങ്ങളിലും വലിയ താല്പര്യങ്ങളുള്ള ഒരു നേതാവ് കൂടിയാണ്. മെക്സിക്കോയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷം നയിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചപ്പോൾ അതൊരു രാജ്യത്തിന്റെ രാഷ്ട്രീയ ചടങ്ങ് മാത്രമല്ല, മറിച്ച് മെക്സിക്കോയുടെ ആത്മാഭിമാനം ഉയർത്തിക്കൊണ്ടുള്ള ഒരു വേദിയായി അവർ ഉപയോഗിക്കുക കൂടിയായിരുന്നു. തലസ്ഥാന നഗരമായ മെക്സിക്കോ സിറ്റിയിലെ നാഷണൽ പാലസ് ബാൽക്കണിയിൽ നിന്നാണ് തിങ്കളാഴ്ച രാത്രിയിൽ പരമ്പരാഗതമായ ചടങ്ങുകൾക്ക് ക്ലോഡിയ ഷെയ്ൻബോം നേതൃത്വം നൽകിയത്. 1810-1821 കാലഘട്ടത്തിൽ സ്പെയിനിൽ നിന്നും സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി നടന്ന പോരാട്ടത്തിന് കാഹളം മുഴക്കിയതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നാഷണൽ പാലസിൽ വെച്ച് പ്രസിഡന്റ് ഒരു മണി മുഴക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചടങ്ങിൽ ഗ്രീറ്റോ അല്ലെങ്കിൽ ഷൗട്ട് എന്നാണ് ഇംഗ്ലീഷിൽ ഔദ്യോഗികമായി വിളിക്കുന്നത്. ഔദ്യോഗികമായി സെപ്റ്റംബർ 16 മെക്സിക്കോയുടെ സ്വാതന്ത്ര്യ ദിനം. പക്ഷേ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് ഈ ചടങ്ങ് തലേദിവസം രാത്രിയാണ് നടത്തുന്നത്.